നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ അഭിപ്രായങ്ങളിലും നടുവിൽ നിൽക്കുക എന്നതല്ല ശരി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വസതിയ്യ, മധ്യമ നിലപാട് സ്വീകരിക്കുക, മിതത്വം പാലിക്കുക, അതിരുവിടാതിരിക്കുക, ഇതൊക്കെ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിനർത്ഥം എന്തല്ല, ഏത് രണ്ടഭിപ്രായം കണ്ടാലും നമ്മൾ അതിൽ നടുക്ക് നിൽക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഒരാൾ പറയുന്ന ഒരു കാര്യം ശരിയാണ്, മറ്റൊരാൾ പറയുന്നത് തെറ്റാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ശരിയുമാകാം, ചിലപ്പോൾ തെറ്റുമാകാം എന്നൊരു നിലപാട് സ്വീകരിക്കലാണോ മധ്യമ നിലപാട്? അല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ വസതിയ്യ, മധ്യമ നിലപാടാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വകദാലിക ജഅൽനാകും ഉമ്മത വസത, നാം നിങ്ങൾ വസതായ ഒരു ഉമ്മത്താക്കിയിരിക്കുന്നു. ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്താക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരുവിടുന്നത് നമ്മെ വിലക്കിയിരിക്കുന്നു. പക്ഷെ അതിനർത്ഥം എന്തല്ല, ഏത് കാര്യത്തിലും നടുവിൽ നിൽക്കാൻ ശ്രമിക്കണം എന്നല്ല. വളരെ ശ്രദ്ധിക്കുക. മറിച്ച് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഏതേത് അഭിപ്രായ വ്യത്യാസങ്ങളിലും കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും പാഠം എന്തോ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വഴി എന്തോ അത് സ്വീകരിക്കുക. അത് സ്വീകരിച്ചാൽ സ്വാഭാവികമായി നീ എവിടെ എത്തിച്ചേരും? വാസത്തിൽ എത്തിച്ചേരും, മധ്യമ നിലപാടിലായിരിക്കും. മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല, മറിച്ച് അത് നമ്മൾ എത്തിച്ചേരുന്ന ഫലമാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഖുർആനും സുന്നത്തും സ്വീകരിക്കലാണ്. ഖുർആനും സുന്നത്തും നീ പിൻപറ്റിയാൽ നീ സ്വാഭാവികമായി ഏത് വിഷയത്തിലും എവിടെയായിരിക്കും? വസത്തിലായിരിക്കും, മധ്യമ നിലപാടിലായിരിക്കും. അത് നതീജയാണ്, അത് ഫലമാണ്. അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഖുർആനും സുന്നത്തും സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കലാണ്. അങ്ങനെ നീ മനസ്സിലാക്കിയാൽ പിഴച്ച കക്ഷികൾ നിന്നെ ചിലപ്പോൾ പല പേരുകളിൽ വിശേഷിപ്പിച്ചേക്കും. വളരെ തീവ്രത പുലർത്തുന്ന ആളുകൾ നിന്നെ ഒരു ശ്രദ്ധയുമില്ലാത്ത തസാഹുലിൻ്റെ, തമയ്യുഇൻ്റെ, വെള്ളം ചേർക്കുന്ന ആളായി വിശേഷിപ്പിച്ചേക്കാം. വെള്ളം ചേർക്കുന്ന സ്വഭാവമുള്ള കക്ഷികൾ നിന്നെ തീവ്രവാദിയായി വിശേഷിപ്പിച്ചേക്കാം. നീ മധ്യമ നിലപാട് സ്വീകരിച്ചാൽ, നീ ഹക്കിൻ്റെ വഴി സ്വീകരിച്ചാൽ സ്വാഭാവികമായ മധ്യമ നിലപാടിൽ എത്തിച്ചേരും. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പാഠമാണ്.